മക്കളെ, നമുക്കിന്ന് നൂഡിൽസും കോഴിമുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാട്ടോ. അതിനു വേണ്ടി ഞാനൊരു 4 മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാൻ. മക്കളെ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ വല്ലാതെ വെള്ളം പോലെ വേവിക്കരുത് കേട്ടോ. നമുക്ക് ഇത് ഉടയ്ക്കുമ്പോൾ ലേശം കട്ടി വേണം. അപ്പോൾ ആ കട്ടിയിൽ വേണം പുഴുങ്ങാൻ. അതിനനുസരിച്ച് ഒക്കെ ഇതേപോലെ നമുക്ക് തോല് കളഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഈ സാധനം കൊണ്ട് ഉടച്ചെടുക്കാം. ഇത് വെച്ച് ഉടയ്ക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു വരും കേട്ടോ. ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉടഞ്ഞു വരും. മക്കളെ, ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ നമ്മൾ ഉടയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ വരണം കേട്ടോ. ഇത് കണ്ടില്ലേ? അല്ലെങ്കിൽ നമ്മളിതിൽ പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇങ്ങനെ പുഴുങ്ങിയെടുത്താൽ എന്തുണ്ട് വെച്ചിട്ടാ, പൊടി ഒന്നും ചേർക്കണ്ട, ഈ ഉരുളക്കിഴങ്ങ് മാത്രം മതി കേട്ടോ. ഇതാ ഇതേപോലെ ഞാൻ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച ഉരുളക്കിഴങ്ങിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ കുനുകുന അരിഞ്ഞു വെച്ച 1 പിടി ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാതും പാടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെ ഉരുളക്കിഴങ്ങിൽ എല്ലാതും കുഴഞ്ഞ് വരട്ടെ. ഉപ്പും മസാലകളും എല്ലാ ഭാഗത്തും ഇങ്ങനെ ആയി വരട്ടെ. ഇതാ ഇതേപോലെ ഞാൻ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ വേണം കുഴയ്ക്കാൻ. ഇനി ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ഞാൻ 4 മുട്ടയുടെ തോലും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2ആയിട്ട് മുറിച്ചൊക്കാം. നേർപാതിയായിട്ട് മുറിക്കാം. ഇതാ ഇതേപോലെ മുറിച്ചൊക്കാം. ഇങ്ങനെ തന്നെ മുറിച്ചൊക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 നൂഡിൽസിനെ പൊടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പൊടിക്കുമ്പോഴേ ഇതേപോലെ ഓരോന്നായിട്ട് കിട്ടണം കേട്ടോ. ഇതാ ഇങ്ങനെ കിട്ടണം. ആ രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. കണ്ടില്ലേ? ഇതേപോലെ കിട്ടണം. ഇനി നമുക്കൊരു 3 കോഴിമുട്ടേനെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. ഇനി കോഴിമുട്ടയിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് കലക്കിയെടുക്കാം. മുട്ടയും കുരുമുളകും ഉപ്പും എല്ലാം മുട്ടയിൽ ഇങ്ങനെ കലങ്ങി വരട്ടെ. മക്കളെ, അങ്ങനെ നമ്മുടെ കോഴിമുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്നാക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടാട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ എണ്ണ പുരട്ടുന്നത്. ഇതേപോലെ നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്താം. ഇങ്ങനെ നല്ല പരത്തിയിട്ട് ഒരു മുട്ടയുടെ കഷ്ണം എടുത്തിട്ട് ഇതിലിങ്ങനെ കമത്തി വെക്കാം. വെച്ചിട്ട് ഇത് വെച്ചിങ്ങനെ മൂടി കൊടുക്കാം. ഇത് കണ്ടില്ലേ? ഇതേപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട മൊത്തം ഇതിൻ്റെ ഉള്ളിലാണ്. ഇനി നമുക്ക് ഈ മുട്ടയിലിട്ടിട്ടൊന്ന് മുക്കിയെടുക്കാം. നമ്മുടെ കലക്കി വെച്ച മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതെടുത്തിട്ട് ഈ നൂഡിൽസിൽ ഇട്ട് കൊടുക്കാം. നൂഡിൽസൊക്കെ ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. നൂഡിൽസ് കൊണ്ട് ഇനി ഇത് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ കോഴിമുട്ട ഉരുണ്ട ഒരു വലിയ കോഴിമുട്ട പോലെ ആയി, കണ്ടില്ലേ? നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം.
അങ്ങനെ നമ്മൾ എല്ലാതും വലിയ കോഴിമുട്ടയാക്കി വെച്ചു. ഇനി നമുക്ക് ചട്ടിയിൽ പൊരിക്കാനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. മക്കളെ, അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഉരുട്ടി വെച്ചതിൽ ഞാൻ ഒരെണ്ണമാണ് ഇട്ട് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് മേലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ മക്കളെ, ഒരു കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ വശത്തും ഇതുപോലെ ആയി വരട്ടെ. മക്കളെ, നമ്മളെ സ്നാക്കിൻ്റെ ഉള്ളിലത്തെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചതാണ്. അപ്പം നമുക്ക് മൊരിയേണ്ടത് ഈ നൂഡിൽസ് മാത്രമാണ് ഒന്ന് മൊരിഞ്ഞ് കിട്ടേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് വേണം നമുക്ക് പൊരിച്ച് വേവിക്കാൻ. ഇപ്പം കണ്ടില്ലേ മക്കളെ, നമ്മുടെ നൂഡിൽസൊക്കെ വെന്ത് പൊരിഞ്ഞ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കണ്ടില്ലേ, കളറൊക്കെ മാറി വന്നിക്കണ്. ഇതേപോലെ എല്ലാതും നമുക്ക് പൊരിച്ചെടുക്കാം. മക്കളെ, നമ്മുടെ അവസാനത്തതേയും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊരിച്ച് മുരിച്ചെടുത്തിട്ടുണ്ട്. മക്കളെ, നമ്മൾ എല്ലാതും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഓരോന്ന് പൊരിക്ക ഓരോരുത്തരുടെ വായിൽ അങ്ങോട്ട് പോയിട്ടോ. അതാണ് കുറവായത്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, അയ്യവാ, ഉള്ളിൽ നല്ല സോഫ്റ്റായി ഉണ്ടാവും, പുറത്താണെങ്കിലോ നല്ല മുരുമുരനുണ്ടാവും. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവും. മക്കളെ, നിങ്ങളെ വീട്ടിൽ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീട്ടിൽ സ്നാക്ക് ഉണ്ടാക്കുമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.